അപ്പം നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫോൺ ക്യാമറയിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു ക്യാമറ ഒപ്പിക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ കാണാം. നമ്മൾ കണ്ണൂരെത്തി സ്ട്രെയിറ്റ് ടു ക്യാമറ ഷോപ്പിംഗ്. അപ്പോൾ നമ്മൾ നേരെ നിക്ഷാനിലേക്ക് എത്തിയിട്ടുണ്ട്. ക്യാമറ എടുത്തേക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഇവിടെ ഇല്ല. ഓഫ് ടു നെക്സ്റ്റ് ഷോപ്പ്. സമയം ഇപ്പോൾ 2 മണി. 4 മണിക്ക് ട്രെയിൻ. അതിനിടയ്ക്ക് ഒരു ക്യാമറ സെറ്റ് ചെയ്യണം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ മൈജിയിലെത്തി. നിക്ഷാൻ്റെ ഓപ്പോസിറ്റ് മൈജി ഉണ്ടായിരുന്നു, പക്ഷേ അത് ചെറിയ മൈജി, അവിടെ ക്യാമറ ഒന്നുമില്ല. അപ്പോൾ പുതിയ മൈജിയിലെത്തി നോക്കാം. ഇവിടെ മെയിൻ റോഡ് ക്രോസ് ചെയ്യണം. ശരി, മൈജിന്ന് ഇറങ്ങി. പ്രൈസ് ഇനി ഭയങ്കര വ്യത്യാസം. അതുകൊണ്ട് 11 5 38 39 ആ റേഞ്ച്. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഷോപ്പ് ഉണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ 9 എടുക്കാമെന്ന് വിചാരിക്കും. 9 27 സംതിങ് എന്ന് പറഞ്ഞത്. നോക്കട്ടെ. അടുത്ത ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചോദിച്ചപ്പോൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. അപ്പോൾ അവിടുന്ന് തിരിച്ച് അവിടെ വിചാരിച്ച് ഇന്ന് വരത്തില്ല എന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ഉള്ളതായിരുന്നു പറഞ്ഞത്. അപ്പോൾ കറൻ്റ് ഇപ്പം 8 ഉള്ളൂ. അതുകൊണ്ടിപ്പോൾ ഗോയിങ് ബാക്ക് ടു മൈജി. അമ്പോ നോക്കാം. മൈജിയിൽ അങ്ങനെ എത്തി. ഇപ്പം സമയം ഭണ്ഡാരം പിടിച്ച 3:30. വെരി ഗുഡ്. 4 മണിക്കാ ട്രെയിൻ. സൂപ്പർ. ഇനി സമയമില്ല. നടന്ന് ഊപ്പാടിറങ്ങി. അമ്മേ. സാധനം വാങ്ങി. 47. സമയമുണ്ട്. സമയമില്ല. 50. സമയമുണ്ട്. 10 മിനിറ്റ് ധാരാളം. 57. കറക്റ്റ് ടൈമിന് എത്തി. ഞാൻ പറഞ്ഞില്ല എത്തുന്നു. അത്രയേ ഉള്ളൂ. ട്രെയിൻ വരെ വന്നില്ല. അപ്പോഴാണ് ഞാൻ നേരായി ഒട്ടൻ. ട്രെയിൻ ലേറ്റ് പോലും. എന്താ ചെയ്യുക? ദാണ്ട വേറെ ഒന്ന് പോകണം. ഒന്നല്ലല്ലോ അല്ലേ? അയ്യോ. ട്രെയിൻ വിട്ട്. അപ്പോൾ ഞാൻ ഇത് ഫോണിലാണ്. ഞാൻ ഗോപ്രോയിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കും. വ്യത്യാസം എന്തെന്നറിയാം. പറയപ്പെട്ട അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. ഫുൾ ഓട്ടോ ടാക്സി നേരെ ബസ് സ്റ്റാൻഡിൽ പോകുന്നുണ്ട്. 150 റുപ്യ റെട്ട്. വേണ്ട. ബസ് വിട്ടു. ഇപ്പോൾ ബ്ലോക്ക്. ലാസ്റ്റ് സ്റ്റോപ്പാണെന്ന് പറഞ്ഞ് നോക്കാം. അങ്ങനെ ത്രയംബകേശ്വരം എത്തി. വീടിന് എങ്ങനെയാണെന്ന് നോക്കണം. ഇന്ന് ഉടായിപ്പ് കിട്ടാം ബസ്സിൽ. കംപ്ലീറ്റ് ഉടായിപ്പ്. ഉടായിപ്പടാ. ഓട്ടോന് 90, ബസ്സിൽ 90 എന്ന് പറഞ്ഞാൽ 70. ഉടായിപ്പ്. ഫുൾ നോക്കിയിട്ട് വരാൻ പറ്റും. ഗൂഗിൾ അമ്മച്ചുള്ളതുകൊണ്ട് രക്ഷപ്പെടും. അപ്പോൾ ഇവിടെ ബസ്സിന് 70 റുപ്യ ടിക്കറ്റ്. പക്ഷെ കന്നഡയിലാണ് ഫുൾ ടിക്കറ്റ്. അതുകൊണ്ട് എന്താ പറയുക, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അത് 90 എന്ന് 90 വാങ്ങി. പിന്നെ ട്രാൻസ്ലേറ്റർ വെച്ച് നോക്കുമ്പോൾ മനസ്സിലായി 70 ഫുൾ അലമ്പാണ് ഇവിടെ. അപ്പോൾ രാത്രി നിൽക്കാൻ വേണ്ടി
മുന്നോട്ട് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കിട്ടിയില്ല. സെർച്ചിങ് റേറ്റ് ഒന്ന് നോക്കണം. നല്ല എന്താ പറയുക, നല്ല കാറ്റ്, പോലെ കാറ്റ്. ഇവര് ഊറ്റലാണ് പിടിക്കാത്തത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാടല്ല എത്രയോ ഭേദം. ആദ്യത്തെ സ്പോട്ട് സാമൂഹിക കിട്ടുന്ന സ്ഥലത്തെല്ലാം പോയി ചാൻസ് ഇട്ട് നോക്കി, കിട്ടിയില്ല. കുറി പടന്നു പറഞ്ഞു. അതുകൊണ്ട് സീതാ ജാവോ എന്ന് പറഞ്ഞിട്ട് സീതാ ജായെങ്കിൽ ഒക്കെ ഉണ്ട്. പക്ഷേ ഹൈ ഓൺ ഡിമാൻഡ്. ഇതൊന്ന് 4 സ്റ്റാറാ 5 സ്റ്റാറാ വിഷയം. നേരെ 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 സൈഡിലോട്ടൊക്കെ ഒന്ന് ഒരു ചെരിവ് വേണ്ട. നേരെ ഇങ്ങനൊരാളാണ് അത്ര നമ്മളെങ്ങോട്ടാ? നമ്മൾ നേരെ അല്ലേ? നമുക്ക് നേരെ പോവാം. എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ പോണേ. ഞാൻ അമ്പലത്തിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഒന്ന് കോള് വന്ന്, അതായത് മറ്റേ ടീം, നമ്മൾ 4 പേരിൽ 2 തിരിഞ്ഞല്ലോ, മറ്റേ 2 ടീമിന് ആളെ കിട്ടി, റൂം കിട്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. അതായിരിക്കും നല്ലത്. ഇവിടെ എന്തോ ഫണ്ട് കുറച്ച് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോയേക്കാം. റൂം കിട്ടി. ഇല്ല, ഞാൻ അടച്ചാൽ തോന്നി. ഒരു ബെഡും കൂടി ഇട്ട് സെറ്റ് ചെയ്യാം. ഇതെങ്കിൽ ഇത് ഫുഡ് ഇതിന് ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. എന്താവും അറിയില്ല. ഒരുമാതിരി സ്കെച്ച് ലൊക്കേഷനാണ് ഇത് കിട്ടിയതിൻ്റെ ബാക്കി. അപ്പം ശരി, ഫുഡ് വാങ്ങാൻ വേണ്ടി പോയിട്ട് സെറ്റ് ചെയ്യാം. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. നടു റോട്ടിൽ പശു അല്ല, പശുവാടാ. പശുവാ വേണ്ടത്തെ സ്ഥലത്ത് നോക്കാണ്ട് നടന്നാ മതി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തായാലും തീരുമാനം ഇവിടെ പോവാം. ഇടാൻ പറ്റും കിട്ടും. ഹോട്ടൽ തരുന്നത് കടിക്കാൻ നല്ല കൃത്യമനോരമുള്ള ഹോട്ടൽ. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹോട്ടലിന് ഒന്ന് ഓർക്കുന്നത്. കിച്ചൺ കണ്ടപ്പോഴെല്ലാവരും വയറിറങ്ങുകൊണ്ട് അവിടുന്ന് ഇറങ്ങി തക്കല ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കയറി ഓംലെറ്റ് വേണത്. രണ്ടാമത്തെ ഹോട്ടലിലേക്ക് ഓംലെറ്റ് ഹോട്ടൽ തപ്പി അടി കിട്ടും. അപ്പോൾ എൻ്റെ ഫുഡ് എടുക്കുന്നില്ലേ? എൻ്റെ ഫുഡ് എടുത്തിട്ടുണ്ട്. എടുത്തത് ഇതിനകത്ത് അടിച്ചു പറ്റിക്കൊണ്ടാണ് എനിക്കെന്തെങ്കിലും ബാക്കി വെക്കണം എന്നൊരു അപേക്ഷ വെച്ചു. എങ്ങനെയുണ്ട്? പൊളി സാധനം, ഒന്നും പറയാനില്ല. കരഞ്ഞിട്ട് പറയാം, കണ്ണീർ കൊടുത്തിട്ട് പറയാം. കൊള്ളാം. ഒന്നുമില്ലാന്ന് പറയുന്നതാ. പകുതി കൊണ്ടുപോയി തീർത്ത് കഴിച്ചിട്ടാണ്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. 3 പേരുടെയും വന്നില്ല. ആരും കൈയെടുത്തിട്ട്
മഴ ചെയ്യുന്നുണ്ടല്ലോ. जाऊं लास्ट बेल लास्ट वाणी 2 सेकंड तो जाना पड़ेगा लिमिटेड इसका ये आपको कितना अन्नम राइस आएगा, कितना चपाती आएगा, कितना रोटी आएगा? नहीं 2 लिमिटेड है, 2 लिमिटेड है। एक फुल कौन सा है? फुल 2 तीनों लिमिटेड चेंज किया ഇതെന്താ പപ്പടാണ്? അത് പപ്പടല്ല, അത് പപ്പടം. പപ്പടം ചുട്ടത്, ചുട്ട പപ്പടം. നീ മടിയൊന്നും വരിക്കണ്ട, വണങ്ങത്തുന്നോ? ഇതെന്ത് പയറ് കറിയാ? ഇത് ഞാൻ കൂട്ടി. ഇത് വേണമെങ്കിൽ ഇതിന് 100 രൂപ. ഇത് നോക്കുമ്പോൾ ഫ്രൈഡ് റൈസ് ആട്ടോ രസം. എന്താ പറയുന്നു? സാരില്ല, നാട്ടിൽ ചെല്ലുണ്ട്. പോയ പുട്ടി പോയ പുട്ടി ആന വലിച്ചാലും വരൂല. ഉരുളക്കിഴങ്ങെല്ലാം മുട്ടയാന്ന് വെച്ചിട്ട് കഴിച്ചോട്ടാ. ഉരുളക്കിഴങ്ങ് അയാൾക്ക് മുറിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അത് ചെറുപയര് മുളപ്പിച്ച പയര്. പ്രോട്ടീനാണ്. ഫുഡ് കഴിക്കുന്ന ചിലയാൾക്ക് രാത്രി ദോശയെ പറ്റൂ. ചോറിനൊരു പുച്ഛം. ചോറാ 90 രൂപ ചോറാ. എങ്ങനെയുണ്ട്? കണ്ണീര് കളച്ചിട്ട് തൈര് തൊട്ടിട്ടില്ല ഒരാളാ. ഇവിടെ തൈര് മാത്രം കൂട്ടി തിന്നാവേ. തൈര് വെച്ചാറും പപ്പടം താട്ടെ തൈരില്. തൈര് വെച്ചാറും നല്ലതാ. അപ്പോൾ അവർ രണ്ടാളും റൂം ആക്കി പോയി. അപ്പോൾ നമ്മൾ ഓരോരോ ഗ്ലാസ്. ഇതെന്തൊരു സാധനം? ബദാം മിൽക്കാ? മസാല തൂറി പൂച്ചാന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറി. കുഴപ്പമില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലേക്ക് എത്തി. ഇനി ഉറങ്ങിയിട്ട് രാവിലെ 6 മണിയാകുമ്പം നമ്മളെ ട്രക്കിലേക്കുള്ള ലൊക്കേഷനിലേക്ക് പോകണം. വണ്ടി എത്തും, അപ്പോഴത്തേക്കും സെറ്റാവണം. അപ്പോൾ രാവിലെ എടുക്കാം ബാക്കി. ഇപ്പോൾ രാവിലെ 6 മണിക്ക് തന്നെ ചെക്കൗട്ട് ചെയ്ത് ഹോട്ടലിന് വേണ്ടി വെയിറ്റ്. ഇപ്പോൾ വരുന്ന പറഞ്ഞ വിഷയം സാധനം കേട്ട വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം. ഇപ്പോൾ വെറുതെ നോക്കിയപ്പോൾ കണ്ട ആ വ്യൂ കിട്ടില്ല. അത് അറിയത്തില്ല, ഒന്നും കാണാൻ പറ്റാ. ദീദിയാ എന്നെ കണ്ടിട്ട് ദീദീനെ പോലെ തോന്നിയ ജസ്റ്റ് വിഷയം കേട്ടാ. അപ്പോൾ 6 മണി എന്ന് പറഞ്ഞാൽ 6:30 വണ്ടി എത്തിയിരിക്കുന്നു. യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അതെ നെഡ് റോഡിൽ സൈഡ് നിർത്തിയിരിക്കുന്നു. വണ്ടി കൊള്ളാം. എഞ്ചിൻ്റെ ഫ്യൂല് കഴിഞ്ഞു പറഞ്ഞ് എഞ്ചിൻ്റെ ഫ്യൂൽ അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഡ്രൈവർ ഫ്യൂൽ അടിച്ചാ ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, നിങ്ങൾ നടന്നു പോവാ, ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് 2 വളവിനപ്പുറം വരുന്നിട്ട് ചെറിയ വണ്ടി എടുത്തോണ്ട് പോയി. നമ്മൾ ഇവിടെ വ്യൂ ഉണ്ട്, അപ്പോൾ അവിടത്തേക്കൊന്ന് കയറാൻ വേണ്ടിയിട്ട് പോവാ. ഇത് പോയില്ല.
ബേസിലെത്തി. ഇനി ഇവിടുന്ന് ഒരു 3 മണിക്കൂറുണ്ട് എന്നാണ് പറഞ്ഞത്. ഓട്ടോക്കാരൻ പോയി. ആ സൂപ്പർ മണ്ടം, നല്ലതാ, വെരി ഗുഡ്. ക്യാമറക്ക് 100 നാട്ട് കാണാതെ തന്നെ ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. അയ്യോ അയ്യോ, വിഷയ സ്ഥലം കേട്ടാ, ഒന്നും പറയാനില്ല. എൻ്റെ ഫോട്ടോ ഞാൻ പറയാനാക്കണ്ട. പറഞ്ഞു. അപ്പം ഞാൻ എടുത്തരാം.